Hi, hello everyone. Welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്നും മെത്തേഡ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്നും മെത്തേഡ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗുമാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. Non-probability sampling method is a sampling method in which not all members of the population have an equal chance of being participated in the study, unlike probability. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ നമ്മൾ പറഞ്ഞത്? അവിടെ പോപ്പുലേഷനകത്തെ എല്ലാ ആളുകൾക്കും ഈക്വൽ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? അതിൽ നിന്നും വ്യത്യസ്തമായി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ ദർ ഇസ് നോ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ ചാൻസ്. എല്ലാ ആളുകൾക്കും ഒരേപോലെ ചാൻസ് ഉണ്ടാവണം എന്നില്ല. അത്തരം മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് റാൻഡംലി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. പക്ഷെ അവിടെ ടീച്ചർ വിത്ത് പ്ലാനിങ് കൃത്യമായിട്ട് ക്ലാസ്സിലെ ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന 5 കുട്ടികൾ എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ റിസർച്ചർ എടുക്കുന്നത് ഒരു ചോയ്സ് ആണ്. സോ നമുക്കിതിനെ ചോയ്സ് സാമ്പിളിംഗ് എന്നുകൂടി പറയാം. ഇനി എപ്പോഴാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കാം? It is not always possible to undertake probability methods of sampling. For example, if there is a not complete sample frame available for certain group of the population. പലപ്പോഴും നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ എൽഡർലി പീപ്പിൾ ഹു ആർ അറ്റൻഡിങ് എ ഫുട്ബോൾ മാച്ച് ആൻഡ് പീപ്പിൾ ഹു ഷോപ്പ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ടൗൺ. അതായത് ഒരു ഫുട്ബോൾ മാച്ച് കാണാനിരിക്കുന്നതിലെ എൽഡർലി പീപ്പിളിൻ്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പോപ്പുലേഷൻ അവൈലബിൾ ആവണം എന്നില്ല. അതുപോലെ ഒരു പെർട്ടിക്കുലർ ടൗണിൽ ഷോപ്പ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് സാമ്പിൾ ഫ്രെയിം എന്ന് പറയുന്നത് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അഥവാ നോൺ റാൻഡം സാമ്പിളിംഗ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് നോൺ പ്രോബബിലിറ്റി മെത്തേഡാണ്. ഇറ്റ് ഈസ് എ ചീപ്പർ മെത്തേഡ്. ഇത് വളരെ ചീപ്പർ അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞൊരു മെത്തേഡാണെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ സാമ്പിളിംഗ് ഫ്രെയിം ഇസ് നോട്ട് അവൈലബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലതുപോലെ നമ്മളുടെ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ലാത്തപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്. It is used when population is so widely dispersed that cluster sampling would not be efficient. പോപ്പുലേഷൻ എന്ന് പറയുന്നത് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് ആയിരിക്കുക, അതായത് അവിടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് പോസിബിൾ അല്ലാതിരിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു പർട്ടിക്കുലർ TV പ്രോഗ്രാമിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാം കാണുന്ന ആളുകൾ ഒരു സ്റ്റേറ്റിൽ തന്നെ പലയിടങ്ങളിലായിരിക്കും. ആ ഏരിയ നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്കൊരു ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്. It is often used in exploratory studies. Example for hypothesis generation. എന്താണ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് അല്ലെ? നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് എന്ന് പറയും. അവിടെ നമുക്ക് ആ സ്റ്റഡീസിന് വേണ്ടുന്ന ഹൈപ്പോത്തസിസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. Then some research is not interested in working out what proportion of population gives a particular response, but rather than in obtaining an idea of the range of response on ideas that people have. നമ്മൾ ചെയ്യുന്ന റിസർച്ച്, ആ റിസർച്ച് എന്ത് തരം റിസർച്ച് ആണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എന്ത് തരം റെസ്പോൺസ് ആണ് വേണ്ടത്. ചില റിസർച്ചിന് നമുക്കൊരു റേഞ്ച് ഓഫ് റെസ്പോൺസ് മാത്രം അറ്റൈൻ ചെയ്താൽ മതിയായിരിക്കും. റാദർ ദാൻ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നതിനേക്കാൾ ഒരു ജനറൽ റേഞ്ച് ഓഫ് റെസ്പോൺസ് മാത്രം ലഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ദെൻ ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് മെത്തേഡ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ദ ഇമ്പോർട്ടൻറ്റ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, Quota Sampling, Purposive or Judgment Sampling, Convenient Sampling, Snowball Sampling and Self-Selection. ഇനി നമുക്ക് നോക്കാം ഇതിൽ ഓരോ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. In this method, the researcher simply contacts and pick up those cases which he come across and thus continuing the process till the total sample reaches a designated size.
ആക്സിഡൻ്റൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ റിസർച്ചർ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും. അതായത് സാമ്പിൾസ് ആർ സെലക്റ്റഡ് ബൈ ദി റിസർച്ചർ ഹു ആക്സിഡൻ്റലി മെറ്റ് ബൈ ഹിം. ഓക്കെ, അത്തരം സാമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിഡൻ്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാനൊരു എൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ ഇവാലുവേഷൻ നടത്തുന്നു. ഞാൻ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഞാൻ അവിടെ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എനിക്ക് വേണ്ടത് 100-50 സാമ്പിൾസ് ആണ് എങ്കിൽ അത്രയും സാമ്പിൾ സൈസ് ആകുന്നത് വരെ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഈക്വൽ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ merits of accidental sampling. It is economical and convenient. It can also afford a basis for stimulating insights and hypotheses. പുതിയ ഹൈപ്പോത്തസിസ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ അനുമാനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ബേസ് ആയിട്ട് നമുക്ക് ആക്സിഡൻ്റൽ സാമ്പിളിങ്ങിനെ ഉപയോഗിക്കാം. It is also useful in those cases where too much accuracy is not needed. ഇവിടെ നമുക്ക് റിയൽ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് തന്നെയാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുന്ന ആളുകളെയാണ് സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആക്യുറസി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ആക്യുറസി അധികം ഡിമാൻഡ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സ്റ്റഡീസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് ആക്സിഡൻ്റൽ സാമ്പിളിംഗ്. then അടുത്തത് quota sampling. Quota sampling is a type of judgment sampling. In this method, quotas are set up according to some specified characteristics. അതായത് ഇവിടെ നമ്മൾ പോപ്പുലേഷനെ ചില സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ കോട്ടാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻകം ഗ്രൂപ്പ്സ്, അതായത് ഇൻകം ബിലോ 50,000 അല്ലെങ്കിൽ എബോവ് 50,000 ഇങ്ങനെ നമ്മൾ പല കോട്ടാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ആ ഫിക്സ് ചെയ്തിട്ടുള്ള കോട്ടയ്ക്ക് അകത്ത് വരുന്ന ആളുകൾ തന്നെയായിരിക്കും. ഓക്കെ, ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പല കോട്ടാസ് നമ്മൾ ഫിക്സ് ചെയ്യും. ആർട്സ് കോട്ട, സ്പോർട്സ് കോട്ട, റിസർവ് കോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. നിർബന്ധമായിട്ടും ആ സീറ്റ്സ് ഫില്ല് ചെയ്യേണ്ടത് ആ കോട്ടയ്ക്കകത്ത് വരുന്ന, അതായത് ആ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ഈക്വൽ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കോട്ടയ്ക്കകത്ത് വരുന്ന ആളുകൾ മാത്രമായിരിക്കും അവിടുത്തെ സാമ്പിൾസ്. Okay, each interviewer then asked to interview a certain number of persons who constitute his quota. The quota sampling has 3 stages of selection. എങ്ങനെയാണ് ഈ ഒരു കോട്ട സാമ്പിളിങ്ങിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ? ഫസ്റ്റ് വൺ, ക്ലാസിഫൈ ദ പോപ്പുലേഷൻ ഇൻ ടേംസ് ഓഫ് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിച്ച് സാമ്പിൾ ഇസ് ടു ബി റെപ്രസെൻറ്റഡ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പോപ്പുലേഷനെ ഈ പറയുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു ഏജ്, അതായത് ഏജ് ബിലോ 20 അല്ലെങ്കിൽ 20 to 30 ഇങ്ങനെ പല കോട്ടാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ കോട്ടയ്ക്കകത്തേക്ക് സാമ്പിൾസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഫോളിംഗ് ഇൻ ടു ഈച്ച് ഗ്രൂപ്പ്. ആദ്യം നമ്മൾ പോപ്പുലേഷനെ ക്ലാസിഫൈ ചെയ്തു. ദെൻ രണ്ടാമത്തെ സ്റ്റേജിൽ ആ പോപ്പുലേഷൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്തായിരിക്കണം, ഈ കോട്ട ഫില്ല് ചെയ്യേണ്ടുന്ന പ്രൊപ്പോർഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുക. ദെൻ തേർഡ് സ്റ്റേജ്, അസൈൻ കോട്ട ഓഫ് റെസ്പോണ്ടൻസ് ടു വാരിയസ് ഇൻ്റർവ്യൂവേഴ്സ്. ഓരോ ഇൻ്റർവ്യൂവേഴ്സിനും അവർ സാമ്പിൾസ് ആയിട്ട് എടുക്കേണ്ടുന്ന കോട്ട ഏതാണെന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് 3 സ്റ്റേജസ്. ഇതാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് purposive sampling ആണ്. Purposive sample is one which is selected by the researcher subjectively. The researcher attempts to obtain sample that appears to him or her to be representative of the population and will usually try to ensure that a range from one extreme to other is included. Purposive എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവിടെ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ എൻറ്റയർ പോപ്പുലേഷനിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് റിസർച്ചറുടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പർപ്പസ്ഫുള്ളി ഓർ സബ്ജക്റ്റീവ്ലി ആയിരിക്കും അദ്ദേഹം സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്ട്രീംസ് വരെയുള്ള സാമ്പിൾസ് ആയിരിക്കാം അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കുക. For example, in research investigating the management skills of owners or managers, the researcher might select some typical owner or manager to take part in the study. They will not be selected randomly. എന്താ പറയുന്നത്, മാനേജ്മെൻറ്റ് സ്കിൽസിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടി ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സിനെ സാമ്പിൾസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ റിസർച്ചർ അദ്ദേഹത്തിന് പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആരാണോ അവരെ ആയിരിക്കും അവിടെ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അവിടെ ഒരു റാൻഡം സെലക്ഷൻ ആണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് റിസർച്ചറുടെ ജഡ്ജ്മെൻറ്റിന് അല്ലെങ്കിൽ അദ്ദേഹം പർപ്പസ്ഫുള്ളി ആയിരിക്കും അവിടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ ആളുകൾക്കും അവിടെ ഈക്വൽ ചാൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ,
advantages of this kind of sample is that it is usually possible to get a targeted sample together very quickly and hence cheaply. അവിടെ റിസർച്ചർ തന്നെയാണ് പർപ്പസ്ഫുള്ളി സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ സാമ്പിൾസിന് ഒരു ടാർഗറ്റഡ് സാമ്പിൾസിന് നമുക്ക് വളരെ ഈസി ആയിട്ടും ചീപ്പർ വേയിലും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അടുത്തത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. കൺവീനിയൻസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് റിസർച്ചറുടെ കൺവീനിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായത് റിസർച്ചർക്ക് എവിടെയാണോ സാമ്പിൾസിനെ ഈസിലി അവൈലബിൾ ആവുന്നത് അവിടെ നിന്നായിരിക്കും സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. A convenient sample is used when we simply stop anybody in the street who is prepared to stop, or when we wander around a business, a shop, a restaurant, a theatre or whatever, asking people we meet whether they will answer our questions. നമ്മളിങ്ങനെ ഷോപ്പിലോ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ കണ്ടുമുട്ടുന്ന ആളുകളെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ആൻസർ തരാൻ പ്രിപ്പയർഡ് ആണ് എങ്കിൽ, റെഡി ആണ് എങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. In other words, the sample comprises subjects who are simply available in a convenient way to the researcher. റിസർച്ചർക്ക് ഏറ്റവും സിംപ്ലി അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻറ്റ് വേയിൽ അവൈലബിൾ ആവുന്ന ആളുകളായിരിക്കും അവിടുത്തെ സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൽഡർലി പീപ്പിൾസിൻ്റെ ഇടയിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. എൻ്റെ വീടിന് സമീപത്ത് ഒരു പാർക്ക് ഉണ്ട്. അവിടെ സ്ഥിരമായിട്ട് വരുന്ന എൽഡർലി പീപ്പിൾസിനെ ഞാൻ സാമ്പിൾസ് ആയിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ അതെൻ്റെ കൺവീനിയൻസ് ആണ്. സോ നമുക്ക് പറയാം അവിടെ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് ഞാൻ ഉപയോഗിച്ചത്. The result obtained by this method can hardly be representative of the population. Then അടുത്തത് snowball sampling ആണ്. It has been used for studies of deviant behavior. കൂടുതലായിട്ടും ഈ ഒരു സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മെട്രിക് സ്റ്റഡീസിലായിരിക്കും. അതായത് ഡീവിയൻ ബിഹേവിയേഴ്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആസ് പെർ ദിസ് ടെക്നിക്, ലിസ്റ്റ് ഓഫ് സാമ്പിൾസ് ഓഫ് എ സ്പെഷ്യൽ പോപ്പുലേഷൻ ബൈ യൂസിങ് ഇനീഷ്യൽ സെറ്റ് ഓഫ് ഇറ്റ്സ് നമ്പേഴ്സ് ആസ് ഇൻഫോർമൻസ് ആർ ടേക്കൺ. നമുക്ക് പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ലാത്തപ്പോൾ അല്ലെങ്കിൽ സാമ്പിൾസിന് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്നുള്ളത്. അതായത് ഇവിടെ നമ്മളൊരു സാമ്പിൾസിനെ ഇൻഫോർമൻസ് ആയിട്ട് കണ്ടെത്തിയാൽ മതിയാകും. ദെൻ ആ ഇൻഫോർമൻസ് വഴി നമുക്ക് കൂടുതൽ സാമ്പിൾസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്നോബോൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മഞ്ഞ് ഉരുകി പോകുന്ന വഴിയിലുള്ള മഞ്ഞെല്ലാം കൂടി പിടിച്ചാൽ ആ മഞ്ഞുകട്ട വലുതാവും. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക. നമ്മൾ ഒരു സാമ്പിളിനെ മാത്രം ഇൻഫോർമൻസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ അവരായിരിക്കും നമുക്ക് കൂടുതൽ സാമ്പിൾസിനെ കണ്ടെത്തി തരുന്നത്. ഓക്കെ, for example, studies of the homeless where no sampling frame exists, having decided on the characteristics of the population to be included in the sample. We find one and ask that one person if they know of others like themselves and so on. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഹോംലെസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. നമുക്കൊരു സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ല, നമുക്ക് സാമ്പിൾസിനെ കിട്ടാനായിട്ട് ഇല്ല. അത്തരം സാഹചര്യത്തിൽ നമ്മളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ അവരാണ് നമുക്ക് കൂടുതലായിട്ട് ഹോം ഇല്ലാത്ത സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകൾ ആരാണെന്ന് കണ്ടെത്തി തരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എയ്ഡ്സ് രോഗികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സാമ്പിൾസിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തിയാൽ അവരായിരിക്കും നമുക്ക് കൂടുതൽ സാമ്പിൾസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു മെത്തേഡിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, സെൽഫ് സെലക്ഷൻ. Self-selection is perhaps self-explanatory. Respondents themselves decide that they would like to take part in our survey. Self-selection എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ റെസ്പോണ്ടന്റ് സ്വയമേ സാമ്പിൾസ് ആവാൻ വേണ്ടി റെഡി ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പല സർവേസിലൊക്കെ കാണാം അവിടെ ചില ആളുകൾ അവരുടെ വിക്ടിം ആയിട്ടുള്ള ആളുകളൊക്കെ അവരൊരു സാമ്പിൾ എന്നുള്ള രീതിയിൽ അവരുടെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് നമ്മളുടെ മുമ്പിൽ റിവീൽ ചെയ്യാറുണ്ട്. സോ ആ മെത്തേഡിന് നമുക്ക് സെൽഫ് സെലക്ഷൻ എന്ന് പറയാം. സോ ഇത്രയുമാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജ്യോതിസ് കോളേജ് ഇരിഞ്ഞാലക്കുട. ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ, BBA, MCOM ഫിനാൻസ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജ്യോതിസ് കോളേജ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. പഠനം എളുപ്പമാക്കൂ. പഠനത്തോടൊപ്പം സമ്പാദിക്കാൻ അവസരം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. ജ്യോതിസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, കാത്തലിക് സെന്റർ, മെയിൻ റോഡ്, ഇരിഞ്ഞാലക്കുട.